ഹായ് ഫ്രണ്ട്സ്, റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ കഴിയും. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായി 1/2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രമെടുത്ത് അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. നല്ല ക്ലീനായ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാരയെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ബട്ടർ മിൽക്കിലേക്ക് കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ച് ബട്ടർ മിൽക്കും അങ്ങനെ ഇടവിട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അലൂമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.
ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൽ നിന്നും കുറച്ച് കട്ട് ചെയ്തെടുത്ത് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നാല് ടേബിൾ സ്പൂണോളം ക്രീം ചീസിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ക്രീം ചീസിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ ലെയേഴ്സിനുള്ളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്രീം ചീസ് ചേർത്തിട്ടുള്ള ക്രീം യൂസ് ചെയ്യുന്നത്. ഐസിങ് ചെയ്യാനായി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം ചീസ് ചേർത്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്യാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വയ്ക്കാം. ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്യാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഇതിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം 15 മിനിറ്റ് കേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക. മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് കേക്കിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ നന്നായി ക്രീം അപ്ലൈ ചെയ്യുക. കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ സെൻറ്ററിലായി ഇതുപോലെ ഒരു ബൗൾ കമിഴ്ത്തി വയ്ക്കാം. അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പൊടി ഒരു അരിപ്പയിലേക്കിട്ട് ഇതുപോലെ കേക്കിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് പോർഷൻ കിട്ടും. അവിടെ നെയിമൊക്കെ എഴുതി കൊടുക്കാം. കുറച്ച് ഫ്ലവേഴ്സും കൂടി ചെയ്ത് വയ്ക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.